മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ് ഉപ്പ്. സത്യത്തിൽ ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും അത് പ്രശ്നമാകും. ആഹാര സാധനങ്ങൾ ഭക്ഷ്യ യോഗ്യമല്ലാതെ ആയിത്തീരും. എന്നാൽ ഈ ഉപ്പിന് 2 വിശിഷ്ട ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നാണ് നമ്മുടെ ആഹാര വസ്തുക്കളെ നന്നായി രുചി വർദ്ധിപ്പിക്കുന്നത്. രണ്ടാമതെന്തെന്ന് ചോദിച്ചാൽ അതേ വസ്തുക്കളെ കേടുകൂടാതെ ഇരിക്കുവാനും അത് സഹായിക്കുന്നു. ഈ വിശിഷ്ട ഗുണങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ഈ ഉപ്പിനുള്ള ഈ ഗുണങ്ങൾ മനുഷ്യർക്കിടയിലും ഉണ്ടായിരിക്കണമെന്ന് നാം മനസ്സിലാക്കണം. അതുമാത്രമല്ല, അത് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട അതിവിശിഷ്ട ഗുണങ്ങൾ ആണ് എന്ന് മറന്നു പോകരുത്. മനുഷ്യബന്ധങ്ങളുടെ രുചി വർദ്ധിപ്പിക്കുക, മനുഷ്യബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കുക എന്നിവയാണ് അവയൊക്കെ. നല്ല മധുരമുള്ള സംസാരത്തിലൂടെയും കരുതലുള്ള പെരുമാറ്റത്തിലൂടെയും ഈ ഗുണങ്ങൾ മനുഷ്യർക്ക് നിലനിർത്തുവാൻ സാധിക്കും. അത് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നമ്മുടെ സംഘടനകളിലും ഒക്കെ, എന്തിന് വലിയ സാമ്രാജ്യങ്ങളിൽ പോലും ഇതിന് സവിശേഷത വിലയേറിയതാണ്. എന്നാൽ ഈ ഉപ്പിൻ്റെ സവിശേഷ സിദ്ധി സന്നിവേശിപ്പിക്കുന്നവരായാൽ ബന്ധങ്ങൾ നമുക്ക് വളരെ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിനു പകരം ഈ ലവണഗുണത്തിൻ്റെ അഭാവത്തിൽ ഛിന്ന ഭിന്നമാക്കി കളയുന്ന ഒട്ടനവധി പേരുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഈ ലവണഗുണത്തിൻ്റെ അഭാവത്താൽ ഛിന്ന ഭിന്നമായി പോയ എത്രയോ കുടുംബങ്ങൾ, എത്രയോ ബന്ധങ്ങൾ, എത്രയോ രാജ്യങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ട്. മറ്റുള്ളവർക്ക് നീറ്റലുണ്ടാക്കുന്ന ഉപ്പനുഭവം നൽകുന്ന ധാരാളം പേരെ നമുക്കറിയാം. ഒരുപക്ഷെ നമ്മളും ആ ഗണത്തിൽപ്പെട്ടവരാകാം എന്ന് മറന്നു പോകരുത്. അതായത്, തന്നെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വഴിയെ പോകുന്ന നായുടെ വാലിന് പിടിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അത് തന്നെ സംബന്ധിക്കാത്ത കാര്യമാണെങ്കിലും അതിനിടയിലും കൊണ്ടുചെന്ന് കുറച്ച് ഉപ്പൊക്കെ കലർത്തി അനേകർക്ക് രുചികരമായി തീർത്തുകൊണ്ട് നിരപരാധികളായ ഒട്ടനവധി പേരെ വേദനിപ്പിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകം. അങ്ങനെ ആകരുത് നാം ഓരോരുത്തരും. അവരെ വെറുപ്പോടും ഭയത്തോടും കൂടി മാത്രമേ സമൂഹം കാണുകയുള്ളൂ എന്നുള്ളത് ആരും മറന്നു പോകരുത്. ചിലപ്പോൾ ഇങ്ങനെയുള്ളവരുടെ സാമീപ്യം പരമാവധി ഒഴിവാക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കും. ഹ്രസ്വമായ ഈ ലോകവാസകാലത്ത് ജീവിതത്തെ നമുക്ക് സുന്ദരമാക്കേണ്ടത് അനിവാര്യമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ബന്ധങ്ങളുടെ രുചി വർദ്ധിപ്പിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. മറ്റാർക്കും നൊമ്പരങ്ങൾ നൽകാതെ ജീവിക്കുക എന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും മനുഷ്യധർമ്മമായി കരുതേണ്ടതുമാണ്. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന, മറ്റുള്ള ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, സമൂഹത്തെ അപമാനിക്കുന്ന ഒരു ഉപ്പും ഞാനും നിങ്ങളുമായി തീരരുത് എന്ന് മറന്നു പോകരുത്. സ്വകാര്യ ഇടങ്ങളിൽ എന്ന പോലെ പൊതുവിടങ്ങളിലും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വർഗീയതയുടെയും ഉപ്പ് വിതറുന്നവർ ധാരാളമുണ്ട് നമ്മുടെ ചുറ്റിലും. അതിന്ന് വർദ്ധിച്ചു വരികയും കൂടിയാണ്. അതനുസരിച്ച് സമൂഹത്തിൽ വിഭജനവും സംഘടനകളിൽ വിഭാഗീയതയും വർദ്ധിക്കുന്നു. അത് മനുഷ്യരെ ആശയക്കുഴപ്പങ്ങളിലേക്കും സംഘടനകളിലേക്കും എത്തിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. നീറ്റിലുണ്ടാക്കുന്ന വേദനിപ്പിക്കുന്ന ഉപ്പാകാതെ രുചി പകരുന്ന ഉപ്പായി മാറുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ടായിരിക്കണം നമ്മുടെ ശ്രമവും. നാവിലെ രസമുകുളങ്ങളെ നൈസർഗീയതയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന ഉപ്പനുഭവത്തിന് ബദലായി രുചി അനുഭവം പകരുവാനും എല്ലാ മനുഷ്യർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇതിനുപയുക്തമായ തെളിവാർന്ന മനവും നാവും നൽകിയാണ് സർവശക്തനായ ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുവാൻ, നാവുകൊണ്ട് സന്തോഷിപ്പിക്കുവാൻ, നല്ല രുചിയുടെ അനുഭവമായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ സത്യവേദ പുസ്തകം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതാകട്ടെ. ലോകത്തിൻ്റെ രക്ഷകനായ ശ്രീ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നമുക്ക് ലോകത്തിൻ്റെ ഉപ്പായി തീരാം. മറ്റുള്ളവർക്ക് രുചി വരുത്തുന്ന ഉപ്പായി തീരുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകട്ടെ. ആരെയും മുറിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ, മറ്റുള്ളവരുടെ മേൽ വിരൽ ചൂണ്ടാതെ, തന്നെ സമ്മതിക്കാത്ത കാര്യങ്ങളിൽ ഉപ്പ് ചേർത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നല്ലവരായി തീരുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സമാധാനവും അനുഗ്രഹപൂർണമായ ഒരു ശുഭ ദിനം നേരുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.